മക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഉരുളൻകിഴങ്ങും ചീരയും കൊണ്ടൊരു ഹെൽത്തി ടേസ്റ്റി കറിയാണ് കേട്ടോ. ചീര കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും കേട്ടോ. ചീര എന്ന് പറയാൻ വളരെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഇല ആണല്ലോ. അപ്പോൾ ഉരുളൻകിഴങ്ങും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പച്ചക്കറി തന്നെയാണ്. അപ്പം ഇത് ചോറ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു കറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ചീനിച്ചട്ടി അടുപ്പിലിട്ട് ചൂടായ ചട്ടിയിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. 1.5 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ കടുകും, 1/2 ടീസ്പൂൺ ജീരകവും, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ 2-3 ഏലയ്ക്ക, പിന്നെ 3 വറ്റൽമുളക്, പിന്നെ 2 തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ട് നമ്മൾ ഒരു 3 സവാള ഞാൻ എടുക്കുന്നുണ്ട് ഇതിനായിട്ട്. അപ്പോൾ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ചോപ്പ് ചെയ്യുന്ന പോലെയൊക്കെ ഇച്ചിരി വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്ത്, ഈ കറിക്ക് ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. നമ്മളിത് എണ്ണയ്ക്കകത്തോട്ട് മൂത്ത എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കൂട്ടി പുരട്ടിയതിന് ശേഷം. എന്നിട്ട് ഉപ്പും കൂട്ടി പുരട്ടി നമുക്കൊന്ന് പകുതി വേവുകയാകാവുള്ളൂ നമ്മുടെ ഈ സവാള. ഇതിൻ്റെ കൂടെ നമ്മൾ കിഴങ്ങും ചേർക്കുന്നുണ്ടല്ലോ, കിഴങ്ങും സവാളയും കൂടെയാണ് ഒന്നിച്ച് എണ്ണയ്ക്കകത്ത് കിടന്ന് വെന്ത് വരേണ്ടത് കേട്ടോ. അപ്പോൾ അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച്, പേസ്റ്റല്ല, ഒന്ന് ചതച്ച് എണ്ണയൊക്കെ തെളിഞ്ഞതിൻ്റെ വെള്ളമൊക്കെ പറ്റിയ ശേഷം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുത്ത് സവാളയുടെ വെള്ളമെല്ലാം പറ്റണം കേട്ടോ. എന്നിട്ട് ഇതും ഒന്ന് കൂട്ടി ചേർത്തൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ സവാള പകുതിയേ വെന്തിട്ടുള്ളൂ, ഇനിയും കിഴങ്ങും കൂടെ വേവാനുണ്ട് ഇതിൻ്റെ കൂടെ കിടന്ന്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ദാണ്ടെ ഒരു വലിയ 2 കിഴങ്ങായിരുന്നു ഞാൻ കട്ട് ചെയ്ത്, ഇതേ വലിപ്പത്തിൽ കട്ട് ചെയ്യണം കേട്ടോ. ഇച്ചിരി ഇവിടെ വലിപ്പമായാലും കുഴപ്പമില്ല. അപ്പോൾ അത് ഞാൻ ഈ സവാളയ്ക്കകത്തിട്ട് കൊടുത്ത് നമ്മുടെ എണ്ണ ഇതെല്ലാം കൂടെ കൂട്ടിപ്പരട്ടി എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴട്ടി മൂപ്പിച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കിഴങ്ങ് ഇതിനകത്ത് നന്നായിട്ട് മൂക്കണം കേട്ടോ, മൂത്ത് വേവണം. എന്നിട്ട് ഈ സമയത്ത് നമ്മൾ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ആവിയും ആ എണ്ണയ്ക്കകത്തും കിടന്ന് നമ്മുടെ ഈ കിഴങ്ങ് വേവണം, നമ്മുടെ സവാളയും നന്നായിട്ട് വെന്ത് കിട്ടണം. കണ്ടില്ലേ, നല്ലതുപോലെ വേവിച്ച് മൂപ്പിച്ച് എടുക്കാൻ വേണ്ടി നമ്മൾ 2-3 പ്രാവശ്യം ഇങ്ങനെ അടച്ചും തുറന്നും കണ്ടില്ലേ, എണ്ണ എല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ സവാളയും വെന്തു, നമ്മുടെ ഉരുളൻകിഴങ്ങും വെന്ത് എണ്ണയെല്ലാം സൈഡിൽ തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് നമ്മളിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഇതെല്ലാം വെന്തു അടച്ച് പല പ്രാവശ്യം ഞാൻ അടച്ചും തുറന്നും വെച്ച് കേട്ടോ, അത് കാണിക്കുന്നുണ്ട്. പലതവണ നമ്മളിത് അടച്ചും തുറന്നും വെച്ച് വേവിച്ചെങ്കിൽ ഇത് വേവുള്ളൂ. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, അതായത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണോ 1 ടീസ്പൂൺ നമ്മുടെ മസാല, ഇത് ചിക്കൻ മസാല ഞാൻ ചേർക്കാം കേട്ടോ. ഏത് മസാല വേണമെങ്കിലും ചേർക്കാം, ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ചേർക്കാം. അപ്പം നമ്മളിത് കൂട്ടിപ്പരട്ടി നമ്മുടെ ഈ മസാലകളെല്ലാം നമ്മുടെ ഈ സവാളയ്ക്കകത്തും കിഴങ്ങിനകത്തും കിടന്ന് ആ എണ്ണയ്ക്കകത്ത് കിടന്ന് മസാലകളെല്ലാം നന്നായിട്ട് മുകളിൽ. ഈ സമയത്ത് നമ്മൾ ആ പട്ട എടുത്തങ്ങ് മാറ്റും കേട്ടോ, അല്ലെങ്കിൽ അത് നമ്മൾ കടിക്കും, കുട്ടികളായാലും കടിച്ച് വായിലൊക്കെ. അങ്ങനെ നമ്മുടെ ഈ മസാലകളെല്ലാം മൂത്തതിന് ശേഷം നമ്മളവിടെ തക്കാളിയാണ് ഈ സ്ലൈസ് ചെയ്ത് വേണം അരിയാൻ കേട്ടോ. ഇതിനകത്ത് കിടന്ന് വെന്ത് ഇതിൻ്റെ വെള്ളം ഇറങ്ങണം. അപ്പം നമ്മൾ തക്കാളി ചെറിയ സ്ലൈസസ് ആയിട്ട് അരിയുന്നത് പെട്ടെന്ന് ഇതങ്ങ് വേവാൻ വേണ്ടി ആണ്. പിന്നെ നമ്മൾ ആദ്യം തക്കാളി ഇട്ടാൽ ഈ മസാലയൊന്നും മൂത്ത് വരത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ സമയത്ത് നമ്മൾ തക്കാളി ഇടുന്നത്. അപ്പോൾ തക്കാളി ഇട്ട് കൂട്ടി പുരട്ടി നമ്മൾ ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്, കാരണം ഇതൊന്ന് വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി എണ്ണയൊക്കെ ഒന്ന് തെളിയാൻ വേണ്ടി അടച്ചു വെക്കുന്നുണ്ട്. പിന്നെയും തുറന്നു നോക്കി, അങ്ങനെ പല ആവർത്തി നമ്മളിങ്ങനെ തുറന്നും അടച്ചും വെച്ച് നമ്മളുടെ ഈ ഇത് വേവിക്കുക. അപ്പം നമ്മുടെ സവാള എല്ലാം വെന്തങ്ങ് ചേർന്നിട്ടുണ്ട്, നല്ല ഗ്രേവി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഉപ്പ് നോക്കുവാണ്. ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ നേരത്തെ ഞാൻ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് കൂട്ടി ഇളക്കി ഒന്നുണ്ട് കേട്ടോ. ഇതിനകത്തെല്ലാം ഉപ്പ് പിടിക്കാൻ വേണ്ടി ഇനി നമ്മൾ വെള്ളം ചേർക്കുന്നുണ്ട്. ലിക്വിഡ് ഫോമിലുള്ള കറി ആയതുകൊണ്ട് നമ്മൾ വെള്ളം ചേർക്കുന്നുണ്ട്. ഈ സമയത്താണ് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളകും കൂടെ കൂട്ടി ഇളക്കി ഈ ഇതിനകത്ത് എണ്ണയൊക്കെ ചേർന്ന് പച്ചമുളകും അങ്ങ് വേവും കേട്ടോ. പച്ചമുളക് വെന്തുടഞ്ഞു പോകാതിരിക്കാൻ ഈ സമയത്ത് നമ്മൾ ചേർക്കുന്നത്.
പച്ചമുളക് വേവാനും നടച്ചു വെച്ചു. പിന്നെ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ലിക്വിഡ് ഫോമിലുള്ള കറിയാണല്ലോ, അപ്പോൾ നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ചൂടുവെള്ളം നമ്മുടെ നമുക്ക് എത്തോരം വെള്ളം വേണോ അതനുസരിച്ച് നമുക്കിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വെച്ച് ചെയ്യാമല്ലോ. അപ്പോൾ പിന്നെ കണ്ടില്ലേ നമ്മുടെ എണ്ണ എല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. തുറന്നു കഴിയുമ്പോൾ ഈ സമയത്ത് നമ്മൾ ചീര ചേർത്ത് കൊടുക്കും. ചീരാണ്ട് ഇതേ രീതിയിൽ അതിൻ്റെ ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീര അങ്ങോട്ട് ചേർത്ത് കൊടുക്കുവാണ്. ചീര ചേർത്ത് കൊടുത്ത് നമ്മൾ കൂട്ടി ഇളക്കി വീണ്ടും നമ്മൾ അടച്ചു വെക്കുന്നു. അങ്ങനെ പല ആവർത്തി ഓരോ ചേർക്കുമ്പോഴും നമ്മൾ അടച്ചു വെച്ചൊന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതും ഇങ്ങനെ കൂട്ടി പുരട്ടി ഇളക്കി. നമ്മുടെ ചീര അധികം വേവണ്ടല്ലോ, വേവില്ലല്ലോ, ഒന്ന് അടച്ചു വെക്കുമ്പോഴത്തേനും അതങ്ങ് വെന്തോളും. അങ്ങനെ നമ്മൾ എല്ലാം കൂട്ടി ഇളക്കി യോജിപ്പിച്ചൊന്ന് അടച്ചു വെച്ചു. കണ്ടില്ലേ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. കണ്ടില്ലേ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. ചീരയ്ക്ക് വളരെയേറെ ആരോഗ്യ ഗുണങ്ങളുള്ളതാണല്ലോ. വളരെ ഉരുളൻകിഴങ്ങും സ്റ്റാർച്ച് വളരുന്ന കുട്ടികൾക്കൊക്കെ ഉരുളൻകിഴങ്ങ് വളരെ അത്യാവശ്യമാണല്ലോ. പിന്നെ ഷുഗർ പേഷ്യൻസിന് മാത്രമേ ഉള്ളൂ ഉരുളൻകിഴങ്ങ് നമുക്ക് ഭീഷണിയായിട്ടുള്ളത്. ബാക്കി എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വെജിറ്റബിൾ തന്നെയാണ് നമ്മുടെ ഉരുളൻകിഴങ്ങ്. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഉരുളൻകിഴങ്ങും ചീര കൊണ്ടുള്ള നമ്മുടെ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമാണ്, വളരെ രുചിയാണ് കേട്ടോ. ഒരു തവണയെങ്കിലും വെച്ച് നോക്കിയാൽ പിന്നെ സ്ഥിരം നമ്മൾ ചീര കിട്ടുമ്പോൾ ഇങ്ങനെ വെച്ച് നോക്കണമെന്ന് തോന്നും. അപ്പോൾ മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കമൻറ്റും ലൈക്കും ആദ്യം കാണുന്ന മക്കൾ സബ്സ്ക്രൈബും ചെയ്ത് അമ്മയെ സഹായിക്കണം. അതുപോലെ ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും ചെയ്യണം. ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യണം. എങ്കിലേ അമ്മ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പം കണ്ടില്ലേ മക്കളെ ഞാൻ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് ഗോതമ്പ് ദോശയാണ്. അപ്പം അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.